പ്രാവുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് വീടുകളിൽ വളർത്തുന്ന പ്രാവുകളും നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കൊത്തിത്തിന്ന് ജീവിക്കുന്ന പ്രാവുകളെയുമാണ്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന അതിമനോഹരമായ പ്രാവുകളെയും അലങ്കാരത്തിനായും പ്രദർശനത്തിനുമായും പ്രത്യേകം ബ്രീഡ് ചെയ്തുണ്ടാക്കുന്ന വ്യത്യസ്തരായ പ്രാവുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. വിക്ടോറിയ ക്രൗൺഡ് പീജിയൻ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാവാണ്. തലയിലെ ലേസ് പോലെയുള്ള കിരീടമാണ് പ്രധാന പ്രത്യേകത. നീല കലർന്ന ചാരനിറത്തിലും കടുംചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു. ഇവയുടെ ആവാസസ്ഥലം പപ്പുവ ഗിനിയാണ്. അടുത്തത് നിക്കോബാർ പീജിയൻ. പച്ച, നീല, ഓറഞ്ച് നിറങ്ങൾ കലർന്ന തിളക്കമുള്ള മഴവിൽ വർണ്ണങ്ങളുള്ള തൂവലുകളാണ് ഉള്ളത്. പ്രധാനമായി കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഒന്നാണ്. ഫ്രിൽ ബാക്ക് പീജിയൻ. സാധാരണ പ്രാവുകളിൽ നിന്ന് വ്യത്യസ്തമായി ചിറകുകളുള്ളിലുള്ള ചുരുളുകളും ചുളിവുകളുമാണ് ഉള്ളത്. ഇവ വെള്ള, ചുവപ്പ്, നീല തുടങ്ങി പല നിറങ്ങളിലും കാണുന്നു. അടുത്തത് പിങ്ക് നെക്ഡ് ഗ്രീൻ പീജിയൻ. ചുവപ്പ്, പിങ്ക്, ഓറഞ്ച് കലർന്ന രൂപത്തിൽ കാണുന്നു. മറ്റ് പ്രാവുകളിൽ നിന്ന് വ്യത്യസ്തമായി വിസിൽ സൗണ്ടാണ് പുറത്തുവിടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ഫാൻ ടെയിൽ പീജിയൻ. വലുതും വിഷറി പോലെ വിടർത്തിയതുമായ വാൽ ആണ് പ്രധാന പ്രത്യേകത. തല പിന്നിലേക്ക് വളച്ച് വാലിന് മുകളിലേക്ക് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വെള്ള, കറുപ്പ്, ചുവപ്പ് തുടങ്ങി പല നിറത്തിലും കാണുന്നു. ജാക്കോബിൻ പീജിയൻ. തലയെ മൊത്തം മറയ്ക്കുന്ന ഹുഡാണ് പ്രാവിനെ വ്യത്യസ്തമാക്കുന്നത്. ജാക്കോബിൻ സന്യാസിമാരുടെ വേഷത്തോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേര് നൽകിയത്. പ്രാവുകളുടെ പ്രദർശനങ്ങളിൽ മുഖ്യ ആകർഷണമാണ് ജാക്കോബിൻ പീജിയൻ. സീബ്രാഡോ. പേരിൽ തന്നെ ഉള്ളതുപോലെ കഴുത്തിലും നെഞ്ചിലും എല്ലാ വശങ്ങളിലും സീബ്രയുടേതുപോലെയുള്ള വരകളുണ്ട്. മനുഷ്യരോട് പെട്ടെന്ന് ഇണങ്ങും. ശാന്തവും മൃദുവുമാണ് ഇതിൻ്റെ ശബ്ദം. തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ഇംഗ്ലീഷ് ട്രംപറ്റർ. കാലുകളിലും പാദങ്ങളിലും ഉള്ള വലിയ ഇടതൂർന്ന തൂവൽ പുതപ്പാണ് പ്രധാന പ്രത്യേകത. ട്രംപറ്റർ എന്ന് പേര് വരാൻ കാരണം ട്രംപറ്റ് വിളിക്കുന്നത് പോലെ നീണ്ടതും ആവർത്തനമുള്ളതുമാണ് ശബ്ദം. കാട്ടുപ്രാവിൽ നിന്ന് ബ്രീഡ് ചെയ്തുണ്ടാക്കിയവയാണ് ഈ പ്രാവ്. സ്പിനിഫെക്സ് പീജിയൻ. തലയിലെ ചെറിയതും നേർത്തതുമായ കിരീടമാണ് പ്രധാന പ്രത്യേകത. തവിട്ടും ചുവപ്പും കലർന്ന മങ്ങിയ നിറം, കണ്ണിന് മുകളിലെ ചുവന്ന ബാൻഡ് ഇവയാണ് പ്രധാന പ്രത്യേകത. ഓസ്ട്രേലിയയിലെ വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. അടുത്തത് ബെർണർ പൗട്ടർ. ഊതി വിറിപ്പിച്ച പോലെയുള്ള നെഞ്ചാണ് പ്രധാന പ്രത്യേകത. മറ്റ് പ്രാവുകളെ അപേക്ഷിച്ച് വളരെ ചെറുതും ഒതുങ്ങിയതുമാണ് ശരീരം. തല ഉയർത്തി വീർത്ത നെഞ്ചോടെ കൂടെ അഭിമാനത്തോടെ നടക്കുന്ന രീതി കാണേണ്ടതാണ്. ആർക്ക് ഏഞ്ചൽ പീജിയൻ. സൂര്യപ്രകാശത്തിൽ മെറ്റാലിക് സ്വർണം, വെങ്കലം നിറത്തിൽ തിളങ്ങുന്നു. അത്ഭുതകരമായ മെറ്റാലിക് ഷൈൻ കാരണമാണ് പ്രധാന മാലാഖയുടെ പേര് ഈ പ്രാവിന് കിട്ടിയത്. പസഫിക് എമറാൾഡോ. പുറത്തും ചിറകളിലുമുള്ള തിളക്കമുള്ള മരതക പച്ചയും ചുവന്ന ചുണ്ടും കാണാൻ മനോഹരമാണ്. ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കൻ ഭാഗത്താണ് കാണപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ മെറ്റാലിക് പോലെ തിളങ്ങും. അടുത്തത് റോസ് ക്രൗൺഡ് ഫ്രൂട്ട് ഡോവ്. തലയുടെ മുകൾ ഭാഗത്ത് ചുവപ്പ് കലർന്ന പിങ്ക് നിറത്തിലുള്ള കിരീടമാണ് പ്രധാന പ്രത്യേകത. പഴങ്ങൾ തിന്ന് ജീവിക്കുന്ന പ്രാവ്. വോംപു ഫ്രൂട്ട് ഡോവ്. തിളങ്ങുന്ന പർപ്പിൾ നെഞ്ച്, പച്ച ചിറകുകൾ, മഞ്ഞ വയറ്. വർണ്ണശബളമായ പ്രാവുകളിൽ മുന്നിൽ. വോംപു എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ഓറഞ്ച് ഫ്രൂട്ട് പീജിയൻ. ശരീരം മുഴുവൻ തിളക്കമുള്ള ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നു. പ്രധാനമായി കാണുന്നത് ഫിജി ദ്വീപുകളിലാണ്. സീഷെൽസ് ബ്ലൂ പീജിയൻ.
ശരീരത്തിന് കടും നീല നിറമാണ്. കഴുത്തിന് വെള്ളയോ ഇളം ചാരയോ ആണ് നിറം. കണ്ണിന് ചുറ്റും കടും ചുവപ്പാണ് നിറം. ലുസോൺ ബ്ലീഡിംഗ് പീജിയൻ. ചെസ്റ്റിൽ ചോര ഒഴുകുന്ന പോലെയുള്ള പാടാണ് പ്രധാന പ്രത്യേകത. അതാണ് ബ്ലീഡിംഗ് ഹാർട്ട് എന്ന പേര് നൽകിയത്. ടർക്കോട്ട് ഡ്രസ്റ്റൻസ്കി. കാലിലെ തുവലാണ് പ്രധാന ആകർഷണം. തലയിലെ കിഴം പോലെയുള്ള ക്രസ്റ്റ് എടുത്തു പറയേണ്ടതാണ്. വോങ്ക പീജിയൻ. കോമൺ ബ്രോൺസ് വിങ് പീജിയൻ. പൈഡ് ഇംപീരിയൽ പീജിയൻ. ഇംഗ്ലീഷ് ബാർബ്. ജർമ്മൻ മൊഡോണ പീജിയൻ. പിങ്ക് ഹെഡഡ് പീജിയൻ. കൊമോറോ ബ്ലൂ പീജിയൻ. അതിമനോഹരവും വ്യത്യസ്തതയുള്ള വിവിധ പ്രാവുകളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നില്ലേ? മറക്കേണ്ട, ഈ വർണ്ണക്കാഴ്ച എല്ലാവരെയും അറിയിക്കാൻ ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക.